Good morning. It's me Simon, YouTube channel. Simon Varghese, Facebook, Simon Varghese, Instagram. Welcomes you all. How are you all? Hope you are doing well. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഒരു ധ്യാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. എനിക്കവിടെ തിരക്കൊന്നുമില്ല. ഞാനത് പങ്കെടുക്കുന്ന അതിനുവേണ്ടി സമയം കണ്ടെത്തിയപ്പോൾ എൻ്റെ ലൂസ് ടൈം ഒത്തിരി വിട്ടുപോയി. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ അധികം ചെയ്യാൻ പറ്റിയില്ല. മീൻ ടൈം എനിക്കൊരു ചെറിയ കഫക്കെട്ട് പിടിച്ചു. സാറിന് എത്ര കാലം ആദ്യമായിട്ട് വന്ന ഒത്തിരി കാലം കൂടി 10-15 വർഷം അത് അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ശാലം ബുദ്ധിമുട്ടി. ചുമ മാത്രമേ ഉള്ളൂ, പനിയൊന്നുമില്ല. അതുകൊണ്ട് മരുന്നൊന്നും മേടിച്ചില്ല. നമ്മുടെ ഭക്ഷണ നിയന്ത്രണവും നാരങ്ങ വെള്ളം കുടിയും എക്സസൈസും ഒക്കെ കൊണ്ടത് ഓൾമോസ്റ്റ് മാറി. എന്നാലും ചിലപ്പോൾ സംഭാഷണത്തിൽ ചില തടസ്സങ്ങൾ വന്നേക്കാം. എന്നാലും കുഴപ്പമില്ല. മരുന്ന് കഴിക്കാതെ അവനെ മാറ്റുക എന്നുള്ളതായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ ഒരല്പം പാനിക്കാണെന്ന് പറഞ്ഞാൽ പാനിക്കാം. അങ്ങനെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതരുണ്ടായിരുന്നു, ഒരു മൂർത്തി. അവൻ KSSPU കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അതിൻ്റെ നാട്ടുകാർ യൂണിറ്റിൻ്റെ സെക്രട്ടറി, കോട്ടയം ടൗൺ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ. അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അറിയാം, പെൻഷനറാണ്. അവരുടെ കൂടെ ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് ഞാനും നിൽപ്പുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ പള്ളിയിൽ ഇരുന്നപ്പോഴാണ് ഫോൺ വന്നു ഇങ്ങനെ മരിച്ചത്. പക്ഷേ വളരെ അങ്ങ് പാനിക്കായി. ഇത്ര ചെറുപ്പത്തിൽ 10-70 വയസ്സേ ഉള്ളൂ. ചുരുക്കൾ ഓടി നടന്നൊരു പയ്യൻസ്. അങ്ങനെ പെട്ടെന്ന് എന്തോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടായി, അതിൻ്റെ സൈഡ് ഇഫക്റ്റൊക്കെ വന്നു പെട്ടെന്ന് മരിച്ചുപോയി. ആശുപത്രിയിലൊന്നും അധികം കിടന്നില്ല. നമുക്കൊന്നും സഹായിക്കാനൊന്നും പറ്റിയില്ല. നമുക്കൊന്നും ഒരു തരത്തിലൊന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാതെ കക്ഷി മരിച്ചു. അത് ദുഃഖമുണ്ട്. അതേസമയം തന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോൻ ഇതുപോലെ തന്നെ, അവരിതിലും ചെറുപ്പമാണ്, ഇന്നലെ മരിച്ചിട്ടുണ്ട്. ഇന്ന് അടക്കാം. ഈ സാമൂഹിക ജീവിതത്തിൽ ഇതെല്ലാം നമ്മളെ പൊതിഞ്ഞ് പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ പലതരത്തിലും തിരക്കാകുന്നതിൻ്റെ കാര്യം പറയായിരുന്നു. ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പാനിക്കാന്ന് പറയുമ്പോഴേ ലോകത്ത് വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നതല്ലേ. അതിലേക്കും നമ്മൾ തലയിടുന്നില്ല. അതൊക്കെ അറിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥന്മാരും തന്ത്രജ്ഞന്മാരും ഡീൽ ചെയ്യട്ടെ. അതിൻ്റെ ശരി തെറ്റുകളൊന്നും നോക്കാൻ നമ്മളാളല്ല. എല്ലാവരും പറയുമ്പോൾ അവരവരുടെ ന്യായമുണ്ട്. പക്ഷേ അയൽക്കാരനെ നോണ്ടുന്നത് ശരിയല്ല. നമ്മുടെ ഇതനുസരിച്ച് ബൈബിൾ തന്നെ പറയുന്നത് 10 കൽപ്പന അവസാനം പറയുന്നത് എന്താ? ഇതെല്ലാം നിന്നെയും കൂടി സാംശീകരിച്ചാണ്, നിന്നേക്കാൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം അയൽക്കാരൻ്റെ നമുക്കൊരടി കിട്ടി, എന്നാൽ ഓരോ അടി നിനക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന രീതി അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. എനിക്ക് പ്രശ്നങ്ങളൊക്കെ വേഗം തീരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. വിഷയങ്ങൾ ചർച്ച ചെയ്ത് സമന്വയത്തിൽ തീരണം എന്നാണ് മാർപ്പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇതൊക്കെ നടക്കുമ്പം നമ്മുടെ നാട്ടിലൊരു സംഭവം നടക്കാൻ പോവാ. എന്താ, ഒരു ഗവൺമെൻറ് ഇലക്ഷൻ. ഈ ഇലക്ഷനെ മുന്നിൽ കാണുമ്പോഴേ ഒരു കാര്യം പറയാതിരിക്കാൻ, ഞാൻ ഇന്ന് രാവിലെ മോർണിംഗിൽ എഴുന്നേറ്റ് എൻ്റെ പിന്നെ ഒരു ബ്രീഫിംഗ് ടൈമുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പം നല്ല മനോഹരമായ 172 ഭവനങ്ങളാണ് ടൗൺഷിപ്പിൽ ഇന്നലെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ആ ഭവന ഉടമകൾക്ക് സമർപ്പിച്ചു. ഞാൻ ഓർക്കുക, ഈ നമ്മൾ വയനാട്ടിൽ ഭൂകമ്പം മണ്ണൊലിച്ചിലും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴേ നമ്മളെല്ലാവരും
കൈമൈ മറന്ന് സംഭാവനകൾ കൊടുത്തു. ഏതാണ്ട് 700 ചില്ലാനം കോടി രൂപ കിട്ടി. അപ്പോൾ അവിടെ വീട് വെച്ച് കൊടുത്തില്ല, പിണറായി ആർക്കൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ആരോടൊന്നും പറഞ്ഞില്ല. അവർ ചെയ്തുകൊണ്ടിരുന്നു. അവർ ഈ വീട് പോയവർക്കെല്ലാം വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തു, അവർക്ക് ജീവിക്കാനുള്ള കാശ് കൊടുത്തു, അവർ നിലനിർത്തി. ഫസ്റ്റ് ഓഫ് ഓൾ ദെൻ ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ്. ആ ടൗൺഷിപ്പിനെ പറ്റി നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ള എത്ര ഭാവനാസമ്പന്നമാണ്, ലോകത്തിന് പോലും മാതൃകയാണ്. ലോകത്ത് ഇന്നോളം ഒരു രാജ്യവും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവർക്ക് സാമ്പത്തികം കൊടുത്ത് അവരെ വിടുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ആദ്യം ചെയ്തത് ഈ ഇതുപോലെ മണ്ണൊലിച്ചലോ പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത ഭൂമി ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച 2-3 ഭൂമി കണ്ടുപിടിച്ചു. അവിടെ ഇതുപോലെ ഭൂമി ഒരു വീട് പണിതാൽ ഇനിയും ഭൂമികൾക്ക് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകത്തില്ല എന്ന് ബോധ്യപ്പെട്ടു. അതിന് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വാങ്ങിച്ചു. അതിനുശേഷം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ അനുവാദങ്ങളൊക്കെ വാങ്ങി. തുടർന്നാണ് ഒരു ടൗൺഷിപ്പ്. ഈ ടൗൺഷിപ്പിലെ ഫെസിലിറ്റീസൊക്കെ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, നമ്മളും കുറേ നിർദ്ദേശം വെച്ചിരുന്നു. സ്കൂള് വേണം, ആശുപത്രി വേണം, അതുപോലെ തന്നെ അംഗനവാടി വേണം, റേഷൻ കടകൾ വേണം, അതുപോലെ തന്നെ കളിക്കളങ്ങൾ വേണം, നീന്തൽക്കുളങ്ങൾ വേണം. ഇതെല്ലാം തന്നെ എത്ര നോക്കിയുള്ളൂ. നമ്മൾ അന്ന് പ്രവചിച്ചൊരു കാര്യം ഞാൻ പറയാം. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വയനാട്ടിൽ പോകുമ്പം ടൂറിസ്റ്റ് ഗൈഡുകൾ പറയും, നമുക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ സന്ദർശിക്കാനുണ്ട്, അതൊരു ടൗൺഷിപ്പാണ്, അത് ഇന്ന കാലത്ത് ഇവിടെ ഒരു വലിയൊരു ഭൂമി പൊട്ടി ഒഴുകിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി, കുറേ ആളുകൾ ഭൂമിക്ക് ഇപ്പോഴും കിടപ്പുണ്ട്, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അന്നത്തെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ടൗൺഷിപ്പ്. അവിടെ ചെല്ലുമ്പോൾ നല്ല ഒന്നാന്തര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ആളുകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല വിദ്യാഭ്യാസം ചെയ്ത് പോയി നല്ല ഹോട്ടലുകൾ ഒക്കെ കാണാൻ പറ്റും. അത് ഞാൻ മനസ്സിലിങ്ങനെ കാണുകയാണ്. നമ്മളൊക്കെ പോയി കാണാൻ പോകുന്നത്, ഈ വയനാട് ഈ ടൗൺഷിപ്പ് കാണാൻ പോകുന്നത് ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് റീച്ച് കഴിഞ്ഞു, എൻ്റെ സെക്കൻഡും തേർഡും കഴിയുമ്പം ഞാനീ പറഞ്ഞ പോലെ ആവും. അപ്പം നല്ലൊരു ടൂറിസ്റ്റ് ഹോട്ടലും കൂടെ അവിടെ വേണം എന്നെനിക്ക് ഗവൺമെൻറ്റിനോടൊരു നിർദ്ദേശമുണ്ട്. ഞങ്ങളൊക്കെ വയനാട് കാണാൻ വരുമ്പം, ടൗൺഷിപ്പ് കാണാൻ വരുമ്പം ഒന്ന് താമസിക്കാനും വിശ്രമിക്കാനും ഒരു നല്ല ഹോട്ടൽ, സ്വകാര്യ മേഖലയിലായാലും മതി, ടൂറിസ്റ്റ് ഹോട്ടൽ പണിയണം, അതൊരു നിർദ്ദേശമുണ്ട്. അതും വേണമല്ലോ, കാരണം പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ നാട്ടുകാരെയും നാടിനെയും കാണാനും അത് മനസ്സിലാക്കാനും സന്തോഷം പങ്കുവെക്കാനും കഴിയുമ്പോൾ അവർക്കൊരു വിശ്രമിക്കാൻ അല്പം സ്ഥലവും കൂടെ വേണ്ടേ. അതൊരു നല്ല ടൂറിസ്റ്റ് ഹോട്ടലിലൂടെ അവിടെ പണിയണമെന്നൊരു അഭിപ്രായമുണ്ട്. അത് ചെയ്യുമായിരിക്കും, ഈ ഗവൺമെൻറ് ചെയ്യും. ഒരു നല്ല എല്ലാം ശ്രദ്ധിക്കുന്ന ആര് പറഞ്ഞാലും, ഇപ്പം എന്നെപ്പോലൊരു മടയൻ പറഞ്ഞാലും അത് ശ്രദ്ധിക്കുന്നൊരു ഗവൺമെൻറ് എവിടെ ഉള്ളത്. ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയക്കാരൊക്കെ നിൽക്കുമ്പോഴാണ് ഈ സാധാരണക്കാരനായ നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ അത് ശ്രവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് സന്തോഷമാണ്. ഗുഡ് മോർണിംഗ്. തീർന്നോ അതോ തുടങ്ങുന്നേ ഉള്ളൂ? വെരി ഗുഡ്. അപ്പം അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും ടൗൺഷിപ്പ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ അഭിമാനമല്ല, കേരളത്തിൽ ജനിച്ച് വീണിട്ടുള്ള എല്ലാ മനുഷ്യരുടെ അഭിമാനമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഇതെടുത്ത് കാണിക്കപ്പെടും. നമുക്കൊരു മോഡലുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഓഫീസേഴ്സും എല്ലാം കൂടി ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു മാതൃക കാണിക്കാനുണ്ടോ? അപ്പം ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറയും ഇതുവരെയുള്ളതൊക്കെ നമ്മൾ കുറേ ഫണ്ട് കൊടുക്കും, കുറേ ഫ്ലാറ്റൊക്കെ കാണിച്ചു കൊടുക്കും, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാർ വെയിറ്റ് നമുക്ക് നല്ലൊരു മോഡൽ കേരളത്തിൽ നിന്ന് കാണുന്നുണ്ട്. കേരള എന്ന് പറയുന്നത്, കേരളം അതെവിടെയാണ്? ആസ് ഇൻ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. ഇൻ ദ മീൻ ടൈം എ സ്റ്റേറ്റ് കേരളം ഒരു പ്രത്യേകതരം പ്രവചിച്ചു കൊണ്ടുവന്നു. അതെന്താണ്? അതൊരു ടൗൺഷിപ്പാണ്. അതെ, ആ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. ലോകത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമായി പറയുന്നത്. അത് ഞാൻ എൻ്റെ ഭാവനയെ കാണുകയാണ്. അത് കാണണമല്ലോ. അപ്പോൾ അതിനുള്ള മോഡലാണ് ഇവിടെ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ കൊടുത്ത ഓരോ പൈസയും ഫലപ്രദമായി ഈ ഗവൺമെൻറ് വിനിയോഗിച്ചു എന്നുള്ളതാണ്. അത് അഭിമാനകരമല്ലേ?
എന്തുമാത്രം തെറിയ പാവം പിണറായി കേട്ടിട്ടുണ്ട്. ഇവിടെ ഓരോ പത്രക്കാർ വഴിയെ പോകുന്ന ഞാഞ്ഞൂലികൾ എല്ലാം തെറിയായിരുന്നു. ഈ 700 കോടിയുണ്ട്, ആകെ 400 വീടുണ്ട്, അവർക്ക് 4 കോടി രൂപയുടെ വീട് വെച്ചാൽ പോലും അത് അല്ല 2 കോടി രൂപയുടെ വീട് വെച്ചാൽ പോലും ഇത് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയും. എന്തൊരു ഡയലോഗ്സാണ്. ഇവിടെ ഒരു വീട് വെക്കാനും ഒരു കുടിൽ കെട്ടാനൊക്കെ ആർക്കും കഴിയും. പക്ഷേ ആ പൊട്ടിപ്പൊളിഞ്ഞു പോയ നാടിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ഇച്ചിരി തലയും ബുദ്ധിയും ബോധമൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഗവൺമെൻറ് ചെയ്തത്. അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് സാധാരണ ഒരു റോഡ് പണി പോലെയോ സാധാരണ ഒരു കോളേജ് പണി പോലെയുള്ള കാര്യമല്ല. കോളേജൊക്കെ പണിയുന്നുണ്ട്, ഇഷ്ടംപോലെ കോളേജുണ്ട്. അതൊക്കെ ഇപ്പോൾ കോളേജ് പിള്ളേരെ ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടംപോലെ കോളേജുണ്ട്. അപ്പം കുട്ടികൾ പഠിക്കാൻ വിദേശത്ത് പോയി തുടങ്ങിയപ്പം സ്കൂളും കോളേജും ഒക്കെ അടച്ചു തുടങ്ങി ഇവിടെ. കാരണം കുട്ടികളില്ലെങ്കിൽ പിന്നെ എന്താ ഇതിന്. അപ്പോൾ ഉള്ള സ്കൂളും കോളേജും ഒക്കെ ഹൈലി സ്റ്റാൻഡേർഡിഫിക്കേഷൻ വരുത്തുക, സ്റ്റാൻഡേർഡും എല്ലാം അതിനൂതനമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരിക. അങ്ങനെ വന്നാൽ ഇനി പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ തറാപ്പറ പറഞ്ഞുകൊണ്ടിരുന്നാൽ രക്ഷയൊന്നുമില്ല. ഏറ്റവും മോസ്റ്റ് മോഡേൺ, കാരണം കുട്ടികൾ പോലും അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അവർ ചോദിക്കുന്നത് ഹയർ സെക്കൻഡറി വേണ്ട, ഞങ്ങൾക്കൊരു 8ാം ക്ലാസ്സിൽ പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പോകാൻ പറ്റും, 8ാം ക്ലാസ്സിൽ പോകാൻ പറ്റും. കുട്ടികളുടെ പേരൻസ് സപ്പോർട്ട് ചെയ്താൽ പോകാൻ പറ്റും. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതും വലിയ ആനക്കാര്യമൊന്നുമല്ല. നമ്മളൊരു കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ അവന് ജനിച്ച ഗർഭാവസ്ഥയിൽ 6 മാസം തൊട്ട് മുമ്പ് മുതൽ ഒരു 6 വയസ്സ് വരെ അവന് വേണ്ടത്ര പരിശീലനവും ഭക്ഷണവും മാതൃകയും കൊടുത്താൽ ബാക്കി അവൻ കയറിപ്പോവും. ഇന്ത്യയിലല്ല, ഏത് രാജ്യത്തും പോയി അവൻ പഠിക്കും. മിടുക്കിയ. ഞാൻ രണ്ടും ജെൻഡറും കൂടെ ഉദ്ദേശിക്കുന്നത്. അവൾ എന്ന് പറയുന്നത് രണ്ടും പറയണല്ലോ എന്ന് ഓർത്താൽ. എന്തായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ വളർന്ന് മിടുക്കരായി പൊക്കോളും. അവർക്ക് വേണ്ട ദിശാബോധം കൊടുക്കും. ഇപ്പം നമ്മുടെ കോളേജുകളും സ്കൂളുകളും സാധാരണ സ്കൂളുകൾ പണിയാതെ, സാധാരണ കോളേജുകൾ പണിയാതെ അതിനൂതനമായ സാങ്കേതിക വിദ്യയും അതിനൂതനമായ ശാസ്ത്ര സാങ്കേതിക അവസരങ്ങളും പഠനങ്ങളുമുള്ള അതിനൂതനങ്ങളായ സ്കൂളുകളും കോളേജുകളും ആയിരിക്കണം ഇനി ഉണ്ടാകേണ്ടത്. ഇനി ഉള്ളത് തന്നെ അങ്ങനെ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യണം. സ്വകാര്യ കോളേജുകൾക്ക് പൈസയിലെ ഗവൺമെൻറ് പൈസ കൊടുക്കണം. ഗവൺമെൻറ് കോളേജുകളെ കൂടുതൽ സമ്പുഷ്ടമാക്കണം. ഗവൺമെൻറ് സ്കൂളുകൾ ഇപ്പോൾ ഒത്തിരി നല്ലതാണ്, സൂപ്പറാണ്, ഒന്നും കൂടെ സൂപ്പറാക്കണം. കാരണം ഡിമാൻഡ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഇതൊക്കെ പൂട്ടിക്കിടക്കും. ഡിമാൻഡുണ്ട്. കുട്ടികൾക്ക് പോയി പ്രദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞു. അതിനുള്ള അവസരമുണ്ട് ലോകത്ത്, ആർക്കും തടയാൻ പറ്റില്ല. ഇവിടെ ബാങ്കിലൊക്കെയാണ് ഇഷ്ടം പോലെ ലോണാണ് കൊടുക്കുന്നത്, വിത്തൗട്ട് എനി ഗ്യാരണ്ടി. അപ്പോൾ കുട്ടികൾ പഠിക്കട്ടെ എന്നാണ് ഗവൺമെൻറ്റിൻ്റെയും തീരുമാനം. അപ്പം നമ്മൾ അവരെ ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള നൂതനമായ സാങ്കേതികവും അതുപോലെ തന്നെ മിടുക്കൻ അധ്യാപകർക്ക് റിഫ്രഷർ കോഴ്സുകൾ കൊടുക്കണം. ഒരിക്കൽ കോളേജിൽ പഠിച്ച് MA MSc പാസ്സായെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ തറയും പഠിപ്പിച്ചുകൊണ്ടിരിക്കാനല്ല. അവർ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഴ്സുകൾ കൊടുക്കണം, പരിശീലനങ്ങൾ കൊടുക്കണം. IAS IPS മാത്രം വിദേശത്ത് വിട്ട് പഠിപ്പിച്ചാൽ പോരാ. ഇവിടുത്തെ പ്രൊഫസർമാരെ എല്ലാം വിടണം. വിദേശത്ത് പഠിച്ചിട്ട് വരട്ടെ, 3-4 മാസത്തെ കോഴ്സുകളൊക്കെ കൊടുത്ത് അവരെ വിടണം. അവർ പഠിച്ച് മിടുക്കരായിട്ട് വരട്ടെ, കണ്ട് മിടുക്കരായിട്ട് വരട്ടെ. കാണാത്തൊരു കാര്യം ക്യാൻവാസിൽ എങ്ങനെ പകർത്തും? അപ്പോൾ അങ്ങനെ അതിനൂതനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി കേരള ഗവൺമെൻറ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി നടത്തുമെങ്കിൽ നമ്മൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ പോലെ ആകും. നമ്മൾ മാത്രം പോലെ ഇന്ത്യ മുഴുവൻ അങ്ങനെ ആകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഒരു മോഡൽ ആദ്യം ഉണ്ടാകട്ടെ. വി ഷുഡ് ബി എ മോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ്. അവരെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് അവരൊന്ന് പഠിക്കുന്നത് ക്രമസമാധാനം, പോലീസിങ്, മോഡേൺ പോലീസിങ് ഒക്കെ ഇവിടെ. എന്താ കേരളത്തിൽ ഇത്രയും കേസ് എന്നും പറഞ്ഞ് വരുന്ന ആശാന്മാർ തലയിൽ തുണിയിട്ടുണ്ടാവും ഓടുന്നത്. കാരണം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ പോലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനും അവിടെ പരാതി കൊടുക്കാനും, പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് സൈറ്റിൽ കൂടെ ചെക്ക് ചെയ്യാനും മൊബൈലിൽ നോക്കാനും അതിൻ്റെ ഫോളോ അപ്പ് എടുക്കാനും ഒക്കെ പ്രാപ്തരാണ്. അതുകൊണ്ട് എന്താ പറ്റിയേ? സൂപ്പർ പോലീസിങ്ങാണ്. അതേസമയം ഇവിടെ കേസും കൂടുതലാണ്.
ചെറിയൊരു വിഷയം ഉണ്ടെങ്കിലും ഗുണ്ടകളെ വിട്ടല്ല അടിപ്പിക്കുന്നത്. അവർ പോലീസിൽ പരാതി കൊടുത്ത് അവരുടെ നീതി നേടും. മറ്റ് സംസ്ഥാനത്ത് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ഒരു എം പിയോ ഒരു MLA കൂടെ വേണം എന്നുള്ള നിലയാണ്. അതൊക്കെ മാറിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഗ്രാമീണർക്ക് ഭയമാണ്. അതെല്ലാം മാറ്റി ഇപ്പോൾ ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ ഞാൻ കാണുന്നത്, ഞങ്ങൾ അതിൻ്റെ YMC തൊട്ടടുത്ത്. അവിടെ എത്ര മാന്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവിടെ PRO ഉണ്ട്, പബ്ലിക് ഇലക്ഷൻ ഓഫീസർ. ഒരു അപേക്ഷ എഴുതാൻ അറിയാൻ മേലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ പരാതിക്കാരെയൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഇത് കണ്ട ഒരു നല്ല പഞ്ചായത്ത് ഓഫീസ് പോലാണല്ലോ പോലീസ് സ്റ്റേഷൻ എന്നുവെച്ചാൽ അത്ര സ്നേഹത്തിലാണ് അവർ. ഇവരെല്ലാം അവിടെ കൂടിയെന്ന് വർത്താനം പറയുക, പൊട്ടിച്ചിരിക്കുക. പരാതിക്കാരും എന്തൊരു നല്ല പോലീസിങ്ങാണ്. വെരി ഗുഡ്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും പരിശീലനം കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. അവനാവശ്യമായത് ഇവിടെ കിട്ടാനുള്ള ഉണ്ടാവും പോകത്തില്ല. ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും ഒക്കെ അത്രയും സ്റ്റാൻഡേർഡിഫിക്കേഷൻ അല്ലേ, സ്റ്റാൻഡേർഡൈസേഷൻ, അതൊരു വാക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്. അപ്പോൾ അത് നമ്മളത് നോക്കണം. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞത്, കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യമാണ്, നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ ഇവിടെ വന്ന്. സത്യം, പുള്ളിയുടെ ഹൃദയം തുറന്ന് പറഞ്ഞാൽ ഇവിടെ പുള്ളി അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പറഞ്ഞതല്ല, ഇന്നസെൻ്റായിട്ട് പറഞ്ഞ സത്യ. ഇവിടെ പിറന്നു വീഴുന്ന ഏതൊരു മനുഷ്യനും ഏത് 10 രൂപ കയ്യിലുണ്ട് ഏത് ചാക്കടയും ചായ കുടിക്കാം. അല്ല നിനക്ക് അവിടെ ചിരട്ടയാണ്, അല്ല നീ തറയിരുന്ന് കുടിച്ചാൽ മതി. ആ പരിപാടിയൊന്നും കേരളത്തിൽ ഇല്ല. നീ കർമ്മന, നീ വെളുമ്പന നടക്കുകയില്ല. ബില്ല് പേ ചെയ്യാൻ പൈസ ഉണ്ടോ? എവിടെ പോയാലും നമുക്ക് കഴിക്കാൻ താമസിക്കാൻ അടിപൊളിയായിട്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി. മറ്റ് പല സ്റ്റേറ്റിലും ഇതൊന്നും ഇല്ല, അത് ഓർത്തോണം. തീർച്ചയായിട്ടും ഇതിനൊക്കെ വേണ്ടി ഒത്തിരി രക്തം ഒഴുക്കിയ ജനനായകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മിഷണറിമാർ തുടങ്ങി അധ്യാപകർ, ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി എന്തിനാ ആശാൻ കളരിയിലെ ആശാന്മാർ അയ്യോ ഒരാശാനെ കുറേ പിച്ചതാണ് മലയാളം പഠിപ്പിക്കും. അങ്ങനെ പറ്റി ഫസ്റ്റ് ക്ലാസ് മാർക്ക് പഠിച്ച മലയാളം പാസ്സായത്. ആശാൻ്റെ കവിതയൊക്കെ പഠിച്ചാണ് ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. ആ പിച്ചിപ്പിഴിഞ്ഞാൽ